തീവ്രവാദത്തെയും മുസ്ലിം തീവ്രവാദ സംഘടനകളെയും പ്രോത്സാഹിപ്പിച്ച ചരിത്രം മുസ്ലിം ലീഗിനോ തങ്ങൾ കുടുംബത്തിനോ ഉണ്ടായിട്ടില്ലെന്ന് CPM നേതാവ് AK ബാലൻ. എന്നാൽ ഈ ചരിത്രത്തിന് വിരുദ്ധമായി ഇത്തവണ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താൻ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് റാലി മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബാലൻ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും അവർക്ക് മുൻപുള്ള തങ്ങന്മാർ ആരും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടതിനെ ശക്തമായി മുന്നറിയിപ്പ് നൽകിയ പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും. അതോടൊപ്പം മുസ്ലിങ്ങളിലെ ഉൽപ്പതിഷ്ണുക്കളും ബുദ്ധിജീവികളും ഉൾപ്പെടുന്ന സംഘടനയായ സമസ്തയും പ്രത്യേകിച്ച് APയുടെ നേതൃത്വത്തിലുള്ള സംഘടനയൊക്കെയും ജമായത്തിനും SDPIക്കും എതിരായ ശക്തമായ നിലപാടാണ് എടുത്തത്. ആ കാലഘട്ടത്തിൽ പോലും കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ ഇത്തരം സംഘടനകളുമായി ഒത്താശ നടത്തി. മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ഒരു മേധാവിത്വം ഉണ്ടാക്കാൻ അദ്ദേഹം വഴിവിട്ട മാർഗം സ്വീകരിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ജമായത്തിന്റെ കയ്യും കാലും പിടിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി RSSന്റെ വകഭേദമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ BJPയുമായി മുന്നണി ഉണ്ടാക്കിയവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് ബാലൻ പറഞ്ഞു. ശിഹാബ് തങ്ങളായാലും ശരി, അല്ലെങ്കിൽ അവർക്ക് മുമ്പുള്ള തങ്ങന്മാരായാലും ശരി, ഇവരാരും ഒരു രൂപത്തിലും മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുന്നതിനെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്, കോൺഗ്രസ്. അതോടൊപ്പം തന്നെ മുസ്ലിം ജനവിഭാഗത്തിലെ ഉൽപ്പതിഷ്ണുക്കൾ ബുദ്ധിജീവികളുടെ സംഘടനയായ സമസ്ത, പ്രത്യേകിച്ച് APയുടെ നേതൃത്വത്തിലുള്ള സംഘടന, ഇതൊക്കെ ശക്തമായ നിലപാടാണ് ജമാഅത്തേക്കും SDPIക്കും എതിരായി ഒരു കാലഘട്ടത്തിലെടുത്തത്. അത്തരം കാലഘട്ടത്തിൽ പോലും കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ, അതാ ഞാൻ പറയുന്നത്, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ചില വർത്താനം പറയുന്നുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്ക് പറയുന്നത്. ആ സമയത്ത് പോലും ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്താശ നടത്തിയ ആളാണ് കുഞ്ഞാലിക്കുട്ടി. അയാൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സംഭവമൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോഴും ഇവരുടെ പിന്നാലെ പോയിട്ടാണ് നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു കിട്ടുന്നതിനും മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ഒരു മേധാവിത്വം സ്ഥാപിക്കുന്നതിനും വഴിവിട്ട മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചത്. ഒറ്റപ്പെട്ട സംഭവമായിരുന്നു, എല്ലാവരും അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ട് ജമാഅത്തയുടെ കയ്യും കാലും പിടിക്കുന്നു? ജമാഅത്തെ എന്ന് പറയുന്നത് RSSനെ പോലെ തന്നെയുള്ളൊരു സംഘടനയാണ്. RSS ഇന്ത്യ രാജ്യം ഹിന്ദുത്വ രാഷ്ട്രമാക്കണം എന്ന് പ്രകടമായി പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റണം എന്ന് അടിസ്ഥാനപരമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പല രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തും വിവിധ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ചില സംഘടനകളാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യ രാജ്യത്തെ ഞെട്ടിപ്പിച്ച സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത്. CPI ലോക്കൽ സെക്രട്ടറി അബു രാജ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം മണികണ്ഠൻ പറ്റശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. 10 വർഷമായി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആയിട്ടു. അതിനുമുമ്പ് മണ്ണാർക്കാട് പഞ്ചായത്തായിരുന്നു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആയിരുന്നു പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തും, ആ ഗ്രാമപഞ്ചായത്തിനേക്കാൾ കുറച്ചുകൂടി വളരണമല്ലോ മുനിസിപ്പാലിറ്റി ആവണമെങ്കിൽ. അതല്ലേ നഗരമായല്ലോ. ഒരു ഗ്രാമം നഗരമാവുന്നതിന്റെ ഗുണമുണ്ടാവണമല്ലോ. അത് മനുഷ്യന്റെ നിത്യജീവിതത്തിൽ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളുടെ വികസന കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കുന്ന കാര്യത്തിൽ, ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ, അതിനപ്പുറമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ടൗൺഷിപ്പ് ഒരു ടൗൺ ആയി രൂപാന്തരപ്പെട്ടാൽ അത് പേരുകൊണ്ട് മാത്രമായ പോരാ, പ്രവൃത്തിയിൽ കൊണ്ടുവരണം. കഴിഞ്ഞ 10 വർഷമായി ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഭരിച്ച ഇന്ത്യൻ യൂണിയന്റെ മുസ്ലിം ലീഗിന്റെ ഭരണാധികാരികൾക്ക് ഈ മണ്ണാർക്കാടിനെ മുനിസിപ്പാലിറ്റി അല്ല, പഞ്ചായത്തിനപ്പുറം 10-25 കൊല്ലങ്ങൾക്ക് പുറകിലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാക്കി ഇതിനെ താഴോട്ട് കൊണ്ടുപോയി പടവലങ്ങയെ പോലെ താഴോട്ട് വളരുന്ന ഒരു സംവിധാനമാക്കി ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ മാറ്റി എന്നത് മാത്രമാണ് അവകാശപ്പെടാൻ കഴിയുക. ഇവിടെ നമ്മളെല്ലാവർക്കും വീട് കൊടുക്കാൻ തീരുമാനിച്ചു. 5 ലക്ഷം 6 ലക്ഷം വീട് നമ്മൾ കൊടുത്തു.
ആ വീട് കൊടുക്കുന്നതിന് എത്രയോ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെലവഴിച്ചത്. മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, രാജേഷ് ഉൾപ്പെടെയുള്ള, സബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള, മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഇതിന്റെ വികസനം അട്ടിമറിച്ചത് എന്ന്. വിവരമുള്ള ആളുകൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ മറ്റ് മുനിസിപ്പാലിറ്റികൾക്കോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകൾക്കോ അവരുടെയൊക്കെ മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് അർഹതപ്പെട്ട പദ്ധതി വിഹിതം യഥാസമയം കാലതാമസമില്ലാതെ കൃത്യമായി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ. അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പൈസ കൊടുക്കും. ഇവിടുന്ന് കേരളത്തിലുള്ള നികുതി മുഴുവൻ കേന്ദ്രം പിരിച്ചു കൊണ്ടുപോകും. അവർ നമുക്ക് പണം തരില്ല. അങ്ങനെ തരാത്തൊരവസ്ഥ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ, നമ്മൾ ഇതിനെക്കുറിച്ച് ആക്ഷേപം പറയാറുണ്ട്, നമ്മൾ കോടതിയെ സമീപിക്കാറുണ്ട്. BJPയുടെ നയം, ആ നിലപാട് ശരിയല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. ഇവിടെ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്ക് അർഹതപ്പെട്ട പദ്ധതി വിഹിതം തരുന്നില്ല, വികസനം തടസ്സപ്പെടുത്തുന്നു, അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് പോവുകയാണ്, ഞങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതല്ലേ പറയണ്ടേ? തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്തും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രൂപത്തിൽ എന്തും പറയുന്നത് ഒരു മര്യാദകളല്ലല്ലോ. വിവരക്കേട് വിളിച്ച് പറയാൻ കുഴപ്പമൊന്നുമില്ല. വിവരക്കേടിന്റെ സംസ്ഥാന ഗവൺമെന്റ് ഒരു അവാർഡ് ഏർപ്പെടുത്തി അത് മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാനെ കിട്ടും. അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളും കേട്ടാൽ നമുക്ക് തോന്നിയതാണ്. 10 കൊല്ലമായി മുനിസിപ്പാലിറ്റി ആയിട്ട് ഇവിടുത്തെ കെട്ടിടം പ്രാഥമികമാണ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ കെട്ടിടങ്ങളുടെ നികുതി പരിഷ്കരണം നടപ്പാക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ മര്യാദയില്ലേ? 5 വർഷം സുബൈദയില്ലായിരുന്നു പ്രസിഡന്റ്. ഇപ്പൊ ഭരിക്കുന്ന മുനിസിപ്പൽ ചെയർമാനില്ലേ? ആരാ നിങ്ങൾക്ക് ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷം അല്ലെങ്കിൽ CPM-കാരോ ആരെങ്കിലും ഈ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എതിർന്നിട്ടുണ്ടോ? CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ, മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ലോക്കൽ സെക്രട്ടറി K മൻസൂർ, NCP മണ്ഡലം പ്രസിഡന്റ് സദഖത്തുള്ള പടലത്ത്, ഏരിയ കമ്മിറ്റി അംഗം TR സബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.